ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള ഒരു മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു 2104 സ്ക്വയർ ഫീറ്റ് വരത്തക്ക രീതിയിലുള്ള ഒരു സ്ലോപ്പ്ഡ് റൂഫായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നു. ഞാൻ രഞ്ജിത്ത്. ഇൻഹോംസ് ഡിസൈൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ക്ലയൻറ്റിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്താണ് ക്ലയൻറ്റിൻ്റെ പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ അടുത്തായിട്ട് പോകുന്നു വീടിൻ്റെ ഫ്രണ്ടിലോട്ട്. സ്റ്റെപ്പ് കയറി ചെന്ന് നമ്മൾ സിറ്റിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. 558 174 നമ്മളുടെ സിറ്റിംഗ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത്. സിറ്റിംഗ് ഏരിയയുടെ രണ്ട് വശത്തായിട്ട് നമ്മൾ ഒരു ഷോ വാൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഒരു പ്ലാന്ററി ബോക്സ് എന്നിവ നൽകിയിരിക്കുന്നു. വളരെ സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയയാണ്. ഇവിടെയായിട്ട് നമ്മൾ മെയിൻ ഡോറ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഡബിൾ ഡോറ് തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോറ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഡബിൾ ഡോറ് തുറന്ന് കയറി ചെല്ലുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് 558 486 നല്ല രീതിയിലുള്ള വെന്റിലേഷൻ വരത്തക്ക രീതിയിൽ രണ്ട് നല്ല വലിയ വിൻഡോ നൽകിയിരിക്കുന്നു. ഈ കോർണറിലായിട്ട് നമ്മളൊരു സോഫ നൽകിയിരിക്കുന്നു. കാർപ്പറ്റ്, ടീപ്പോയ് എന്നിവ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ട് നമ്മൾ വലിയ രീതിയിൽ ഒരു LCD യൂണിറ്റ് നൽകിയിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് 510 390 നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയുടെ കോർണറിൽ ഇവിടുന്ന് സീത്രൂ കാണാതെ ഇരിക്കാൻ നമ്മൾ ഇവിടെ കോർണറിലാണ് വാഷ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കോർട്ട് യാർഡ് കണ്ട് ആസ്വദിക്കാനായിട്ട് ഇവിടെ ഒരു കോർട്ട് യാർഡ് നൽകിയിരിക്കുന്നു. 336 390 നമ്മളുടെ കോർട്ട് യാർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മളില്ല പെബിൾസ് കോർട്ട് യാർഡും ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ സൗകര്യം പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അടുത്തായി നമ്മൾ പോകുന്നത് വീടിൻ്റെ കിച്ചണിലേക്കാണ്. മോഡേണായിട്ട് ഡിസൈൻ ചെയ്ത 342 390 ആണ് കിച്ചൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഫ്രണ്ടിലായിട്ട് സിങ്ക്, ഗ്യാസ് സ്റ്റവ്, ഫ്രണ്ടിലായിട്ട് ഒരു വിൻഡോ, നല്ല ലെങ്തി ആയിട്ടുള്ള വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അടുത്തായിട്ട് ഈ വീടിൻ്റെ വർക്ക് ഏരിയയാണ്. 174 390 വർക്ക് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത്. ട്രഡീഷണലായിട്ടോ നമ്മൾ മോഡേൺ ആയിട്ടോ ചെയ്യാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയയാണ്. ലെഫ്റ്റ് സൈഡായിട്ട് നമ്മൾ ഒരു വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്നു. വർക്ക് ഏരിയയുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഒരു പ്ലാന്ററി ബോക്സ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു ഡോറ് പ്ലേസ് ചെയ്തിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. 654 390 മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഫർണിച്ചർ ലേഔട്ട് നമ്മൾ നൽകിയിരിക്കുന്നു. നല്ല കോട്ട്, രണ്ട് സൈഡ് ടേബിൾ, കാർപ്പറ്റ് എന്നിവ അറേഞ്ച് ചെയ്തിരിക്കുന്നു. വാളോട് ചേർന്ന് രണ്ട് വിൻഡോ, സിംഗിൾ വിൻഡോ നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി വരത്തക്ക രീതിയിലുള്ള ഫർണിച്ചർ ലേഔട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് വലിയൊരു വിൻഡോ നൽകിയിരിക്കുന്നു. നല്ല സ്റ്റോറേജ് വേണമെന്നുള്ള ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഫുൾ വാള് ഒരു വാൾഡ്രോബ് നൽകിയിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡിൻ്റെ ഡ്രസ്സിങ് ഏരിയയിലേക്കാണ്. ഇവിടെയായിട്ട് നമ്മളൊരു ഡ്രസ്സിങ് ഏരിയ, ഒരു മിറർ, സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ടോയ്ലറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 218 144 ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. 414 390 സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. കോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. കോട്ടിൻ്റെ ഹെഡ് ഇവിടെ വരത്തക്ക രീതി, രണ്ട് സൈഡ് ടേബിൾ, കാർപ്പറ്റ്, നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ലഭിക്കത്തക്കവണ്ണം നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമ്മളൊരു ഫുൾ സൈസിലുള്ള ഒരു വാൾഡ്രോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 150 216 ഈ ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് തേർഡ് ബെഡ്റൂമിലേക്കാണ്. 366 390 നമ്മൾ തേർഡ് ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഒരു കോട്ട്, രണ്ട് സൈഡ് ടേബിൾ, ലെഫ്റ്റ് സൈഡ് വാളോട് ചേർന്ന് നമ്മളൊരു നല്ല വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഹെഡ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. കോട്ടിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളൊരു വാൾഡ്രോബ്, ലെങ്തി ആയിട്ടുള്ളൊരു വാൾഡ്രോബ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കേട്ടോ.
അടുത്തത് നമ്മൾ പോകുന്നത് തേർഡ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. 204 150 ഈ ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഈ വീടിൽ 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനെല്ലാത്തിനും തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്നിവ നൽകിയിരിക്കുന്നു. മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കളർഫുള്ളായിട്ട് ഫർണിച്ചർ ലേഔട്ട് പ്ലാനുകൾ, അതുപോലെ തന്നെ 3D എലിവേഷൻ സെക്ഷൻസ്, എന്ത് വേണമെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ 3D എലിവേഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നു. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ഇത് നമ്മൾ ഈ പ്ലാൻ വെച്ച് ഡിസൈൻ ചെയ്തെടുത്ത 3D മോഡലാണ്. നമ്മൾ വാൾസ് എല്ലാം ആഡ് ചെയ്തു. കുറച്ച് ടെക്സ്ചർ കൂടി കൊടുക്കാനുണ്ട്. നമ്മൾ മോഡലെല്ലാം ഓൾമോസ്റ്റ് ഫിനിഷായി. ഇത് 3D. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ റെൻഡർ ചെയ്ത് ഇമേജ് ആക്കി അതിനെ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് എന്നിട്ടാണ് നമ്മളൊരു ഫൈനൽ ഔട്ട്പുട്ട് എത്തുക. ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരും. ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ്. ഇതുപോലെയുള്ള നമ്മൾ ഒരു ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് റെൻഡർ ചെയ്ത് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് അവസാനമാണ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുക. ഒരുപാട് എഫേർട്ട് ഇതിന് പുറകിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.